ബംഗ്ലാദേശിൽ സൈനിക അട്ടിമറിയോ എന്ന ചോദ്യം ലോകരാജ്യങ്ങളടക്കം ഉയർത്തിക്കഴിഞ്ഞു. കാരണം ഇത്തരത്തിലുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ശക്തമായി മുന്നോട്ടു പോകുന്നു. ധാക്കയിൽ സൈനികരെയും സുരക്ഷാ സേനയും വിന്യസിച്ചതിനു ശേഷമാണ് അട്ടിമറി നടന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമായത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണിത് എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമാവുകയും അട്ടിമറി സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പുറത്തുവന്നത്. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഇടക്കാല സർക്കാർ അധികാരമേറ്റതിനു ശേഷം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്നത് തെറ്റായ പ്രചാരണമാണ്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നാണ് പരാമർശം. തെറ്റായ വിവരങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് യൂനിസ് പ്രസ്താവനയിലൂടെ പറഞ്ഞത്. എല്ലാ തരത്തിലുമുള്ള നൂതനമായ വഴികളിലൂടെയും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം.